സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക. എപ്പിസോഡ് 10. ശീലങ്ങൾ, യാത്രകൾ, അവധി സമയ വിനോദങ്ങൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വയോമിത്രയുടെ പൗരന്മാർക്ക് സമ്പൂർണ്ണ പോഷകവും ആരോഗ്യ സേവനങ്ങളും ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണിത്. നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തർക്കും ആവശ്യമായ അറിവും വിനോദവും ലഭിക്കാൻ റേഡിയോ തുടർന്നും കേട്ടുകൊണ്ടിരിക്കണേ. മുത്തശ്ശൻ എങ്ങോട്ടെങ്കിലും പോകുവാണോ? ഏയ് അല്ല. എന്തേ? എന്നാ എങ്ങോട്ടെങ്കിലും പോ. എങ്ങോട്ടെങ്കിലുമോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും. എന്താ നിനക്ക് പറ്റിയത്? മുത്തശ്ശൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്താ? ഞാൻ എങ്ങോട്ട് പോകാനാ? മുത്തശ്ശൻ എവിടെയെങ്കിലും പോയേ പറ്റൂ. ഈ പ്രായത്തിൽ ആശുപത്രിയിൽ പോകാൻ എനിക്ക് പറ്റും, വേറെ എവിടെ പോകാനാ? എന്നാ ശരി, നമുക്കാദ്യം ആശുപത്രിയിൽ പോകാം, എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകാം. ഓ, പിന്നെയും എങ്ങോട്ടെങ്കിലുമോ? എന്താ നിന്റെ മനസ്സിൽ? നീ തുറന്നു പറ. മുത്തശ്ശൻ എവിടെയെങ്കിലും പോയിട്ട് കുറെ കാലായില്ലേ, അതുകൊണ്ട് എവിടെയെങ്കിലും പോ. എവിടെയെങ്കിലും പോ, എവിടെയെങ്കിലും പോ. നിനക്കിപ്പം എന്റെ ഇവിടുന്ന് പറഞ്ഞു വിടണം അല്ലേ? അതെ, എനിക്ക് മുത്തശ്ശനെ പറഞ്ഞു വിടണം. എന്താ നിനക്ക് പറ്റിയത്? നിന്റെ മുത്തശ്ശനെ നിനക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കാനാണോ? അതെ, മുത്തശ്ശനെ പറഞ്ഞു വിടാൻ ഞാൻ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. മോളെ ലക്ഷ്മി, എന്താ മുത്തശ്ശാ?
ഇനിയെങ്കിലും നീ തെളിച്ചു പറ, ഇല്ലെങ്കിൽ എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരും. അതിനും നീ ആയിരിക്കും കേട്ടോ ഉത്തരവാദി. ഒരു ദുരുദ്ദേശവും ഇല്ല മുത്തശ്ശ. ഇനി സസ്പെൻസ് അവസാനിപ്പിച്ചേക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഴയ ഒരു ആൽബം മറിച്ചു നോക്കിയില്ലേ? ആ നോക്കി. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ മാത്രം എന്താ നീ അതിൽ കണ്ടത്? ആ ഫോട്ടോകളൊക്കെ കണ്ടിട്ട് മുത്തശ്ശന്റെ മനസ്സിൽ ഒന്നും തോന്നിയില്ലേ? ഏത് ഫോട്ടോകളാ? മുത്തശ്ശന്റെ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുന്നതിന്റെ ഫോട്ടോകൾ. ഓ അതാണോ? അതൊക്കെ ഒരു രസമായിരുന്നു. കൂട്ടുകാരുടെ കൂടെ മല കയറാൻ പോലും പോയിട്ടുണ്ടല്ലേ? അതൊക്കെ യുവത്വത്തിന്റെ ഒരു ഹരമല്ലായിരുന്നോ? പിന്നെന്താ അതൊന്നും ഇപ്പൊ ചെയ്യാത്തത്? എന്റെ ലക്ഷ്മി, വന്നിപ്പോ നിനക്ക് ചിന്താശേഷ്യം പോലും ഇല്ലെന്നായോ? അതിനിപ്പോ ഞാൻ പറഞ്ഞതിൽ എന്താ പ്രശ്നം? ഈ പ്രായത്തിൽ മല കയറാനും ആകാശത്തിന്ന് ചാടാനുമൊക്കെ പോയാൽ ഞാൻ നേരെ മേളിലോട്ടങ്ങ് പോകും. സാഹസം കാണിക്കാനല്ല മുത്തശ്ശ പറഞ്ഞത്, യാത്ര ചെയ്യണമെന്നാണ്. എന്നാ അത് പറയണ്ടേ? 2 മാസം മുമ്പല്ലേ നമ്മളൊരു കല്യാണത്തിന് പോയത്, നീ അത് ഓർക്കുന്നില്ലേ? എന്റെ മുത്തശ്ശ, ഞാൻ യാത്ര പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ മുത്തശ്ശൻ അത് പോട്ടെ. അന്ന് കല്യാണത്തിന് പോയിട്ട് പൂജ കഴിഞ്ഞപ്പോ മുത്തശ്ശൻ എന്താ പറഞ്ഞത്? യാത്ര പോകുന്നതിനെ കുറിച്ചല്ലേ? എന്ത് യാത്ര പോകുന്നതിനെ കുറിച്ചോ? അതെ, ജീവിതത്തിന് 4 ഭാഗങ്ങളുണ്ടെന്ന്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അതെ അതെ അതെ. അതുകൊണ്ടെന്താ? ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം ബാക്കി ജീവിതം തീർത്ഥാടനങ്ങൾക്കായി ചെലവഴിക്കണമെന്നാണ് അന്ന് മുത്തശ്ശൻ പറഞ്ഞത്. ആ അതങ്ങനെ തന്നെയാണ്. അതാണ് വേദങ്ങൾ പറയുന്നത്. പ്രായമായവരെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാവും ഇങ്ങനെയൊരു നിയമം ഉണ്ടാക്കിയത്. അന്ന് അവർക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നിരിക്കില്ലേ? അവരുടെ BP ഉയരുകയും താഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. എന്നാലും ജീവിതം അർത്ഥപൂർണമാക്കാൻ അവർ ലോകം കണ്ടേ മതിയാവൂ. അതുകൊണ്ടാവും തീർത്ഥാടനം നടത്താൻ വേണ്ടി ഒരു നിയമം തന്നെ നിർമ്മിച്ചത്. ലക്ഷ്മി, കാര്യം ഞാൻ നിന്റെ മുത്തശ്ശനാണ്. എന്നാലും ഇന്ന് നീ എന്റെ മുത്തശ്ശി എന്നോട് സംസാരിക്കുന്നത് പോലെയാട്ടോ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് മാത്രല്ല മുത്തശ്ശ, വയോധികരെല്ലാം പ്രകൃതിയോട് ചേർന്നിരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടായിരിക്കും തീർത്ഥാടന സ്ഥലങ്ങളെല്ലാം പുഴകളോടോ മലകളോടോ ഒക്കെ ചേർന്ന് കാണപ്പെടുന്നത്. ലക്ഷ്മി, നീ പറഞ്ഞത് 100% ശരിയാ. പക്ഷേ എന്താ ഒരു പക്ഷേ? പോകണമെന്ന് ആഗ്രഹമുണ്ട് കുട്ടി. പക്ഷേ തനിച്ചെങ്ങനെ പോകും? ജോലിയൊക്കെ ഉപേക്ഷിച്ച് എത്ര നാൾ നിനക്കെന്റെ കൂടെ വരാനൊക്കും? മുത്തശ്ശ, പല സംസ്ഥാനങ്ങളും വയോധികരെ തീർത്ഥാടനത്തിന് കൊണ്ടുപോകുന്ന പദ്ധതികൾക്കൊക്കെ രൂപം കൊടുത്തിട്ടുണ്ട്. മുത്തശ്ശനെ പോലുള്ള പലരും അതിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അങ്ങനെയാവുമ്പോ കൂട്ടിനാളില്ല എന്ന പ്രശ്നവും അവസാനിക്കില്ലേ? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ജീവിതകാലത്തിൽ ഒരിക്കൽ ഒറ്റയ്ക്കോ കൂട്ടമായോ വിവിധ തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അവസരമൊരുക്കുന്നതാണ് ഈ പദ്ധതി. ആഹാ, ആർക്കൊക്കെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക? ഈ സ്കീമുകൾ നൽകുന്ന സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരും 60 വയസ്സ് കഴിഞ്ഞവരുമാകണം. യാത്ര ചെയ്യാൻ ശാരീരികവും മാനസികവുമായി സജ്ജരായിരിക്കണം. അതുമാത്രമല്ല, ഇതേ സ്കീമിൽ മുൻപ് യാത്ര ചെയ്തിട്ടുണ്ടാകാനും പാടില്ല. നമുക്ക് എങ്ങനെ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ലക്ഷ്മി? താൽപര്യമുള്ള വയോധികർക്ക് ഗ്രാമപഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ അതുമല്ലെങ്കിൽ വയോജനക്ഷേമത്തിനായി അതത് ജില്ലകളിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന സബ് ഡിവിഷണൽ ഓഫീസർക്കോ അപേക്ഷ നൽകാം. ലഭിച്ച അപേക്ഷകളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ കളക്ടറാണ് യാത്രയ്ക്ക് യോഗ്യരായവരെ കണ്ടെത്തുന്നത്. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് യാത്ര കൊണ്ടുപോകും. കൊള്ളാം. ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ? ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. ഒന്ന് പോയി വരുമ്പോൾ ഈ സന്തോഷമൊക്കെ ഇരട്ടിക്കില്ലേ? ശ്യാമിനോടും കൂടി പറഞ്ഞേക്കാം, അവനും കൂടെ വരുമായിരിക്കും. വരുമോന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വരാൻ പറയണം. മുത്തശ്ശന്റെ കൂട്ടുകാരനല്ലേ, പഴയ പോലെ ഒരുമിച്ചൊന്ന് കറങ്ങിയിട്ടൊക്കെ വാ. നിനക്കറിയാമോ, ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ഒരു നാടോടി ഗാനം ഞങ്ങൾ പഠിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിലേ മുത്തശ്ശന് കുറേ നാടോടിപ്പാട്ടുകൾ അറിയുമായിരിക്കുമല്ലോ. അറിയാമായിരുന്നെന്നോ? ഒരുപാട്. പക്ഷെ ഇപ്പൊ എല്ലാം മറന്നു തുടങ്ങി. ശരിക്കും ഒന്ന് ഓർത്തു നോക്കിക്കേ, അതെല്ലാം മനസ്സിലേക്ക് വരും. ഓ, ഓർക്കുന്നുണ്ടോ? എന്നാലൊന്ന് പാടിക്കേ.
ലക്ഷ്മി, അതാരാ വരുന്നേന്ന് നോക്കിയേ. ഓ മുത്തശ്ശ, പാട്ട് പാടാതിരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ വിഷയം മാറ്റുകയാണല്ലേ? അല്ല മോളെ, ശരിക്കും നീ നോക്കിക്കേ അതാരാന്ന്. ആ ശ്യാമങ്കിള വരുന്നേ, മുത്തശ്ശന്റെ കൂട്ടുകാരൻ. നമ്മളിപ്പോ പറഞ്ഞല്ലേയുള്ളൂ യാത്ര പോകുമ്പോ ശ്യാമങ്കിളിനോട് കൂടി പറയാന്ന്. പാട് പാട്, ഞങ്ങൾ തബല വായിക്കാം. ഏയ്, തബലയൊന്നും വായിക്കണ്ട. ഇപ്പോൾ ഞാൻ കേട്ട ഒരു നാടൻ പാട്ട് നിങ്ങളെയും
ഇത് മൊബൈലിൽ കേൾപ്പിക്കാൻ നീ തീരുമാനിച്ചത് നന്നായി വരദാ. നീ പാടിയിരുന്നേൽ ഏതൊക്കെ ടൂണിൽ ഞങ്ങൾ ഇത് കേൾക്കേണ്ടി വന്നേനെ. അതെ, നീ മേശയിൽ ഇപ്പൊ കൊട്ടിയില്ലേ, അതുപോലുള്ള അവതാളത്തിൽ. പരസ്പരം കളിയാക്കുന്നതിൽ രണ്ടാളും ഒട്ടും മോശമല്ല. പക്ഷെ നിങ്ങൾ രണ്ടാളും നന്നായി പാടുകയും താളമടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി, നിനക്കറിയാമോ, നിന്റെ മുത്തശ്ശന് പാട്ടുപാടാൻ വലിയ ഇഷ്ടമാണ്. ഇങ്ങേര് പാടുന്നത് കേട്ടിരുന്ന് ഞങ്ങൾ മടുത്തു പോയിട്ടുണ്ട്. നിനക്കേ കഥ പറയാൻ നല്ല വിരുദായിരുന്നല്ലോ. നീ ശലഭങ്ങളെക്കുറിച്ച് പറയുന്ന കഥ കേട്ട് ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ ഇരുന്നിട്ടുണ്ട്. അത്തരം ഊർജ്ജസ്വലമായ നമ്മുടെ കൂട്ടായ്മകളും രസകരമായ ഹോബികളും ഒക്കെ പതിയെ പതിയെ ഇല്ലാതായി തുടങ്ങി അല്ലേ? ഇല്ലാതായി തുടങ്ങിയെങ്കിലേ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ വീണ്ടെടുക്കാൻ ശ്രമിക്കാത്തത്? ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഉപേക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. എന്താണ് മുറുകെ പിടിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടതെന്നും മനസ്സിലാകുന്നില്ല. ജീവിതത്തിന്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലുള്ള കാലത്തോളം എല്ലാ ഹോബികളും ആഗ്രഹങ്ങളും മുറുകെ പിടിക്കുക തന്നെ വേണം. എന്തൊരു ജ്ഞാനമാണിത്! എന്റെ കുട്ടി വളരെ പക്വതയോടെ സംസാരിക്കുന്നല്ലോ. ഇന്ന് രാവിലെ മുതൽ അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട്. രാവിലെ മുഴുവൻ യാത്രകളെക്കുറിച്ചായിരുന്നു സംസാരം, പിന്നെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനെക്കുറിച്ചും. ഞാനിപ്പോ കേൾപ്പിച്ച പാട്ട് നിങ്ങൾ രണ്ടുപേരും ആസ്വദിച്ചില്ലേ? നല്ല രസായിരുന്നില്ലേ? ഇതുപോലെ എന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിന് എന്തിനാണ് മടിക്കുന്നത്? ഭരത, നിന്റെ മക്കൾ നിന്റെ മനസ്സ് വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എത്ര മനോഹരമായിട്ടാണ് അവർ ഈ വീടും സാഹചര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ലക്ഷ്മിമോൾക്കുള്ളതാ. അങ്കിളെ, വയോധികർക്ക് കൂടി അനുകൂലമായ അന്തരീക്ഷം വീടുകളിൽ സൃഷ്ടിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? വയോധികർക്ക് അനുകൂലമായ അന്തരീക്ഷമോ? എന്താണത്? അതോ വയോധികർക്ക് അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനും അവരുടെ അനുദിന കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യാനുമൊക്കെ സാധിക്കുന്ന അന്തരീക്ഷമാണത്. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും. തീർച്ചയായും. ആഹാ, ഇത് കേട്ടപ്പോ ഒരു കഥ ഓർമ്മ വരുന്നു. അത് പറ, ഞങ്ങൾ കേൾക്കട്ടെ. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള രണ്ടുപേർ ഒരു ജോലി അന്വേഷിച്ച് കൊട്ടാരത്തിലെത്തി. അവരെ കണ്ട രാജാവ് അവർക്ക് ഏത് ജോലിയിലാണ് പ്രാവീണ്യമുള്ളതെന്ന് ചോദിച്ചു. അതിന് മറുപടിയായി ആദ്യത്തെ ആൾ പറഞ്ഞു, എനിക്ക് നന്നായി നുണ പറയാൻ അറിയാം. രണ്ടാമത്തെ ആൾ പറഞ്ഞു, നുണകളെ എങ്ങനെ സത്യമാക്കി മാറ്റാമെന്ന് എനിക്കറിയാം. അവർ തമാശ പറയുകയാണെന്നാണ് രാജാവ് ആദ്യം കരുതിയത്. പക്ഷേ സത്യമല്ലാത്തൊരു പ്രസ്താവന നടത്താൻ അവർ ധൈര്യപ്പെടില്ലെന്ന് പിന്നീട് രാജാവ് ചിന്തിച്ചു. അതുകൊണ്ട് രാജാവ് അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കഴിവ് തെളിയിക്കുക. പക്ഷേ നിങ്ങൾ പറയുന്ന നുണ സത്യമായി മാറിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും കാത്തിരിക്കുന്നത് വധശിക്ഷയാണെന്ന് മറക്കരുത്. ഇരുവരും അത് സമ്മതിച്ചു. ആദ്യത്തെയാൾ നുണ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ 400 ഒട്ടകങ്ങൾ ഒരു കാട്ടുപാതയിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് മഴ പെയ്തു. വലിയ കാട്ടുതീ പടർന്നു. എല്ലാ ഒട്ടകങ്ങളും ചത്തുവീണു. ഇത് കേട്ട് രാജസദസ്സിലുള്ള എല്ലാവരും അത്ഭുതപ്പെട്ടു. അതൊരു നുണയാണ്. കാരണം വെള്ളം ഒരിക്കലും തീ പടർത്തില്ല. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. തുടർന്ന് രണ്ടാമത്തെ ആൾക്ക് ഈ നുണയെ സത്യമാക്കി മാറ്റാനുള്ള അവസരം വന്നു. അയാൾ പറഞ്ഞു, മഹാരാജാവേ, എന്റെ സുഹൃത്ത് പറഞ്ഞത് പൂർണ്ണമായും സത്യമാണ്. ഒട്ടകങ്ങളുടെ പുറത്ത് കക്ക, കുമ്മായം, ചുണ്ണാമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ അത് വെള്ളവുമായി കലർന്ന് ചൂടായി. ഒട്ടകങ്ങൾ ആ ചൂട് സഹിക്കാനാവാതെ ചത്തുവീഴുകയായിരുന്നു. രാജാവും രാജസദസ്സിലുള്ളവരും അത് സത്യമാണെന്ന് സമ്മതിച്ചു. ആദ്യത്തെയാൾ വീണ്ടും പറഞ്ഞു, ഒരിക്കൽ ഒരാട് നിലത്ത് നിന്നുകൊണ്ട് ഒരാൽമരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഇല തിന്നുകയായിരുന്നു. അതൊരു നുണയാണ്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ ആൾ പറഞ്ഞു, മഹാരാജൻ, എന്റെ കൂട്ടുകാരൻ പറഞ്ഞത് സത്യമാണ്. ആ മരം വളർന്നത് ഒരു പൊട്ടക്കിണറിനുള്ളിലായിരുന്നു. അതിന്റെ ഏറ്റവും മുകളിലത്തെ ചില്ല
തറനിരപ്പിലായിരുന്നു. അതുകൊണ്ട് ആ ആടിന് അത് എളുപ്പത്തിൽ തിന്നാൻ കഴിഞ്ഞു. ആദ്യത്തെയാൾ അടുത്ത നുണ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ ഒരു പൂച്ച മ്യാവൂ മ്യാവൂ എന്ന് കരഞ്ഞുകൊണ്ട് ആകാശത്തിലൂടെ പറന്നുപോയി. രണ്ടാമത്തെ ആൾ പറഞ്ഞു, അതും സത്യമാണ്. ഒരു വലിയ കഴുകൻ ആ പൂച്ചയെ റാഞ്ചിക്കൊണ്ടു പോവുകയായിരുന്നു. രണ്ടാമത്തെ ആൾ പിന്നെയും പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ താടിയിൽ ഒരു കിളിക്കൂടുണ്ടായിരുന്നു. അതിൽ കിളിക്കുഞ്ഞുങ്ങൾ വിരിയുകയും അവ പറന്നു പോവുകയും ചെയ്തു. പക്ഷേ അത് എൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടേയില്ല. ഇതൊരിക്കലും സത്യമാവില്ലെന്ന് രാജസദസ്സിലുള്ള എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഇത് ശുദ്ധ അസംബന്ധവും നുണയുമാണെന്ന് അവർ പറഞ്ഞു. രണ്ടാമത്തെ ആൾക്ക് ഇതൊരിക്കലും സത്യമാക്കാൻ കഴിയില്ല എന്ന ചിന്തയിലായിരുന്നു എല്ലാവരും. എന്നാൽ രണ്ടാമത്തെ ആൾ പറഞ്ഞു, മഹാരാജൻ, ഇത് പൂർണ്ണമായും ശരിയാണ്. ശരിക്കും എൻ്റെ അച്ഛൻ്റെ താടി വളരെ നീളമുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ച് വരെ അതെത്തിയിരുന്നു. ഒരു ബാർബർ അത് മുറിച്ച് അയാളുടെ കടയുടെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. അതിൽ പിന്നീട് ഒരു കിളി കൂടുകൂട്ടി. എന്നാൽ എൻ്റെ അച്ഛൻ അവിടെ നിന്ന് വളരെ അകലെ താമസിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹം അതൊരിക്കലും അറിഞ്ഞില്ല. ഇത് കേട്ട് രാജാവ് വളരെ സന്തോഷവാനായി. അദ്ദേഹം പറഞ്ഞു, ആളുകളെ രസിപ്പിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വളരെ മികച്ചതാണ്. അതുകൊണ്ട് രാജസദസ്സിൽ നിങ്ങൾ 2 പേർക്കും ഞാൻ ജോലി നൽകും. യഥാർത്ഥത്തിൽ ഒരു കഴിവും ഉപയോഗമില്ലാത്തതല്ല. ഏതെങ്കിലും സമയത്ത് അത് ഉപകാരപ്രദമായി മാറും. എന്താണ് ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കഥ വളരെ നല്ലതാണ്. പക്ഷേ നുണ പറയുന്ന കഴിവേ അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലക്ഷ്മി, ഇത് ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞ കഥയല്ലേ. ഞാൻ കഥ പറഞ്ഞതിൻ്റെ ലക്ഷ്യം ഏത് മറഞ്ഞിരിക്കുന്ന കഴിവും ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതെ, അത് ശരിയാണ്. ഒരായുഷ്കാലം നീളുന്ന പഠനത്തിനും ജോലികൾക്കും കഠിനാധ്വാനത്തിനും ശേഷം 60 വയസ്സൊക്കെ കഴിഞ്ഞാണ് അല്പം വിശ്രമ സമയം ലഭിക്കുന്നത്. ആ സമയത്ത് ഇത്തരം കഴിവുകളെ ഉപയോഗപ്പെടുത്താനും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും ഒക്കെ കഴിയും. അതെ ലക്ഷ്മി, കഴിഞ്ഞ ദിവസം രാമലുവിന്റെ അമ്മ മുറ്റത്തിരുന്ന് വളരെ രസകരമായ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടു. രസകരമായതോ? അതെന്താണ്? വീട്ടിലെ പൂക്കൾ ഉണക്കിയെടുത്ത് അവർ ചന്ദനത്തിരികൾ ഉണ്ടാക്കുകയായിരുന്നു. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ ഉൾക്കാഴ്ച നൽകുന്ന ഉത്തരമാണ് അവർ പറഞ്ഞത്. അവരെന്താണ് പറഞ്ഞത് മുത്തശ്ശ? അവർ പറയുകയാണ്, നമ്മൾ പ്രായമായവരെ മറ്റുള്ളവർ ഉണങ്ങിയ ഈ പൂക്കളെ പോലെ ഒരു പ്രാധാന്യവുമില്ലാത്തവരായാണ് കാണുന്നത് എന്ന്. നമ്മെ തന്നെ പ്രാധാന്യമുള്ളവരായി നിലനിർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന്. ഇനി നമുക്ക് ഈ പരിപാടിയിൽ ഒരു മുത്തശ്ശന്റെ ഹോബികളെക്കുറിച്ച് കേട്ടാലോ? മുത്തശ്ശ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം കേട്ടോ. ആയിക്കോട്ടെ. മുത്തശ്ശന്റെ പേരൊന്ന് പറഞ്ഞോളൂ. ജയരാജൻ, EK ജയരാജൻ എന്നാണ് പേര്. ഓക്കെ. മുത്തശ്ശൻ എവിടെയാ താമസിക്കുന്നേ? താമസിക്കുന്നത് തരുവണയ്ക്കടുത്ത് പാലിയാണല്ലേ. മുത്തശ്ശൻ ഇപ്പോൾ എത്ര വയസ്സായി? 68 വയസ്സായി. ഈ വയസ്സിൽ മുത്തശ്ശൻ ചെയ്യുന്ന ഹോബികൾ, പ്രത്യേകിച്ച് വിനോദങ്ങൾ എന്തൊക്കെയാ? പുസ്തകങ്ങൾ വായിക്കും, പിന്നെ കുട്ടികളോടൊത്ത് ചെസ്സെല്ലാം കളിക്കും, പേരക്കുട്ടികളോട്. പിന്നെ അത്യാവശ്യം യാത്ര പോകും, ടൂറൊക്കെ ആയിട്ട് ഇങ്ങനെ. മുത്തശ്ശന് കുറെ സുഹൃത്തുക്കളുണ്ടോ ടൂറൊക്കെ പോകാൻ ഒന്നിച്ച്? സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്. എങ്ങനെയാ മുത്തശ്ശൻ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഈ പ്രായത്തില്? കുറച്ച് കൃഷിയുണ്ട്, പച്ചക്കറിയും മറ്റുള്ളതായിട്ട് കുറച്ച് കൃഷിയുണ്ട്. പിന്നെ വെള്ളമുണ്ടായി തന്നെ വെറ്ററൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. റിട്ടയർ ചെയ്ത ഒരു 50 പേരുടെ സംഘടന. അവരുടെയും പ്രധാന പരിപാടികളിലൊന്ന് ടൂറാണ്. അങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്തും. മുത്തശ്ശന് സിനിമയ്ക്കൊക്കെ പോകാറുണ്ടോ? അത്യാവശ്യം മാസത്തിലൊന്നെങ്കിലും പോകാറുണ്ട്. കുടുംബക്കാരോടൊത്താണോ അതോ മുത്തശ്ശൻ സുഹൃത്തുക്കളോടൊപ്പമാണോ ഒറ്റയ്ക്കാണോ? കുടുംബക്കാരോടൊത്ത്. കൊച്ചുമക്കളോടൊത്തുള്ളൊരു വിനോദം എങ്ങനെയാണ്? ചെസ് എല്ലാം കളിക്കും. പിന്നെ അവരെ ഏത് കളിക്കും ഞാനും കൂടി കൊടുക്കാറുണ്ട്. പന്ത് കളിക്കാനടക്കം. അവരോടൊത്തുള്ളൊരു വിനോദം മുത്തശ്ശൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? ഏറ്റവും സന്തോഷപ്രദമാണ്. ചെസ് കളിക്കുമ്പം മുത്തശ്ശൻ ജയിക്കുവോ അതോ കുട്ടികൾ ജയിക്കുവോ? മിക്കവാറും ഞാനാണ് ജയിക്കുക, ഇടയ്ക്ക് അവർ ജയിക്കാറുണ്ട്. അവരെയും ഇടയ്ക്കൊക്കെ ജയിപ്പിച്ചാലല്ലേ തുടർന്നും കളിക്കാൻ ആളെ കിട്ടുള്ളൂ അല്ലേ? അല്ല, ജയിപ്പിക്കുന്നല്ല, അല്ലാതെ തന്നെ ജയിക്കാറുണ്ട് അവർ. ജയിക്കാറുണ്ട്.
ഓക്കെ. ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ട ആഹാരം എന്താ മുത്തശ്ശന്? ഞാൻ ഫ്രൂട്ട്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പഴങ്ങളും പച്ചക്കറിയും ഒക്കെ ധാരാളം കഴിക്കും അല്ലേ? കഴിക്കാറുണ്ട്. പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് മുത്തശ്ശൻ ഈ പ്രായത്തിലും? കുറച്ചൊക്കെ ഉണ്ട്. ഏതൊക്കെ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്? തക്കാളി, കോവയ്ക്ക, പയറ്, വെണ്ട തുടങ്ങിയവ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വളയിടുകയും അത് നനയ്ക്കുകയൊക്കെ മുത്തശ്ശനാണോ ചെയ്യുന്നത്? ഏതാണ്ട് ഞാൻ തന്നെ ചെയ്യും. പിന്നെ വീട്ടുകാരും സഹായിക്കും. പിന്നെ ജൈവമാണ്, ഞങ്ങൾ ജീവാമൃതം എന്നുള്ളൊരു ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെടികൾ വളർന്നു വരികയും അത് കായുണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ മുത്തശ്ശന് ഒത്തിരി സന്തോഷമാവും കാണുമ്പോൾ അല്ലേ? എന്തായാലും ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ ഈ കുട്ടികളോടൊത്തുള്ള വിനോദവും പ്രത്യേകിച്ച് പച്ചക്കറിയൊക്കെ നടുമ്പോഴുള്ള സന്തോഷവും ഒക്കെയാണ് ഈ സമയത്തും ജീവിതത്തിനെ സന്തോഷപ്രദമാക്കുന്നത് അല്ലേ? അതെ. അതോടൊപ്പം ഞാനൊരു മൾബറി കൃഷി കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് മൾബറി? 1 ഏക്കർ. ആഹാ. 8 പ്രാവശ്യം വിളവെടുത്തു. ഇപ്പോൾ 9ാമത്തെ പ്രാവശ്യം വിളവെടുത്തു. അത് ശരി. ഇതൊക്കെ പണിക്കാരെ ഉപയോഗിച്ചാണോ? പണിക്കാർ വേണം. പണിക്കാർ ആദ്യത്തെ 2-3 സ്റ്റേജിൽ പണിക്കാർ വേണമെന്നില്ല, പിന്നെ അവർ വേണം. ഓക്കെ. ഒത്തിരി മാർഗങ്ങളിലൂടെ മുത്തശ്ശൻ ആനന്ദം കണ്ടെത്തുന്നുണ്ട് എന്ന് പറയാം. കൃഷിയുണ്ട്, കൃഷി വലിയ തോതിലുണ്ട്, ചെറിയ തോതിലുണ്ട്, കൊച്ചുമക്കളോടുള്ള കളി, വിനോദയാത്രകൾ, സിനിമയ്ക്ക് പോകൽ അല്ലേ? മറ്റെന്തൊക്കെ വിനോദങ്ങളുണ്ട്? പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തനം കൂടിയുണ്ട്. അവിടുത്തെ വാർഡിന്റെ കൺവീനറാണ്. അപ്പം അതിന്റെ പ്രവർത്തനം എപ്പോഴും സന്തോഷം തരുന്നൊരു കാര്യം. വീടിന് പുറത്തുള്ള പ്രത്യേകിച്ച് മുത്തശ്ശന്റെ കൂട്ടുകാരുടെ ഒപ്പമുള്ള ജീവിതം എങ്ങനെയുണ്ട് പറയാൻ? വൈകുന്നേരങ്ങളിൽ നടക്കാനൊക്കെ പോകാറുണ്ടോ? വൈകുന്നേരം ഇല്ല, രാവിലെ കുറച്ച് നടക്കാറുണ്ട്. ഇപ്പോൾ ഒരു വ്യായാമത്തിന്റെ ഭാഗമായിട്ട്. തൊട്ടടുത്ത കടകളിൽ പോയിരുന്ന് ചായ കുടിക്കാറോ പത്രം വായിക്കാറോ അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കാറോ ഒക്കെ ഉണ്ടോ? അത് ഇപ്പം കുറവാണ്. പുസ്തക വായന പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഇപ്പം കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? സന്തോഷപ്രദമാണ്? സന്തോഷമായിട്ട് പോകും. ഓക്കെ. എന്തായാലും സന്തോഷമായിട്ടിരിക്കണം. വയോജനങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധാരാളം ആകർഷകമായ പദ്ധതികളുണ്ട്. എന്തായാലും വളരെയധികം നന്ദി സംസാരിച്ചതിന്. ഓക്കെ, താങ്ക് യു. ഓക്കെ. മോളെ ലക്ഷ്മി, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. നമുക്കിനി വൈകാതെ യാത്ര പോകാൻ ഒരുങ്ങാം. ആദ്യം നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റില്ല എന്ന് തീരുമാനിക്കാം. എവിടെയൊക്കെ പോകാൻ പറ്റില്ലെന്നല്ല, എവിടെയൊക്കെ പോകാമെന്ന്. അതാണ് മുത്തശ്ശ അതിന്റെ ശരി. ഇത്രയും പറഞ്ഞ് വയോമിത്രയുടെ ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. തുടർന്നുള്ള അധ്യായങ്ങൾക്കായി നിങ്ങൾ റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കുക. അതുവരെ ആരോഗ്യമുള്ളവരും ഊർജ്ജസ്വലരുമായിരിക്കുക. നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക. നന്ദി, നമസ്കാരം. കാഴ്ചയിൽ കല്ലുപോൽ തോന്നാറുണ്ടെങ്കിലും അഴകുള്ള കവിതയാണെന്നും അച്ഛൻ. ശ്രോതാക്കൾ കേട്ടത് വയോമിത്ര. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. മിഴിവാർന്ന നായകനെന്നും അച്ഛൻ, മിഴിവാർന്ന നായകനെന്നുമച്ഛൻ. ഭാഗം 10. ശീലങ്ങൾ, യാത്രകൾ, അവധി സമയ വിനോദങ്ങൾ. കുലുങ്ങാത്ത കുന്നുപോലുയരുമച്ഛൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഭരതൻ ജോബിഷ് ജോസ്, ലക്ഷ്മി പ്രജിഷ രാജേഷ്, ശ്യാം അജിൽ സാബു. നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക. എപ്പിസോഡ് 10. ശീലങ്ങൾ, യാത്രകൾ, അവധി സമയ വിനോദങ്ങൾ.